നിങ്ങൾ ഉപയോഗിക്കുന്ന LCD ബിദ്അത്താണ്, നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ബിദ്അത്താണ്, മൈക്കിലൂടെ സംസാരിക്കുന്ന ബിദ്അത്താണ്. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ ബിദ്അത്ത് ആകുന്ന കാര്യം യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്താണ് എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, അഥവാ അല്ലാഹുവിന്റെ ഹബീബ് 23 വർഷക്കാലം കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ പൂർത്തീകരിച്ചു തന്ന ദീനിൽ ഇല്ലാത്തത് ആര് കൊണ്ടുവന്നാലും അഥവാ പുണ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദീനിൽ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലില്ലെങ്കിൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. അതുകൊണ്ട് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്തത്, അല്ലാഹുവിന്റെ ഹബീബ് ദീനായി പഠിപ്പിച്ചിട്ടില്ലാത്തത് ആര് കൊണ്ടുവന്നാലും അത് തള്ളിക്കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ രാത്രി മുഴുവൻ ദീർഘമായി നമസ്കരിക്കും, ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞ സ്വഹാബിയോട്, അതുപോലെ തന്നെ ഞാൻ എല്ലാ പകൽ ദിവസവും സ്ഥിരം നോമ്പെടുക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയോട്, വിവാഹം കഴിക്കാതെ ഇബാദത്തിൽ മുഴുകുമെന്ന് പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നീ. നിസ്കാരം ദീനിൽ സ്ഥിരപ്പെട്ടതാ, നോമ്പ് സ്ഥിരപ്പെട്ടതാ, ഇബാദത്തിൽ മുഴുകൽ സ്ഥിരപ്പെട്ടതാ. പക്ഷേ അതിന്റെ രൂപരീതിയിൽ നിന്ന് അത് വ്യത്യാസപ്പെട്ടപ്പോൾ ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നീ, ആര് എന്റെ ചര്യ വെറുക്കുന്നുവോ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്നാ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ഇവര് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് നാഴികക്ക് 40 വട്ടം പറയുകയും എന്നാൽ സുന്നത്തി ജമാഅത്തിന്റെ ആധാരമായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ മനസ്സിലാക്കിയ മുൻഗാമികളുടെ പാതയും മാറ്റിവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ സമൂഹത്തിന് മുമ്പിൽ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി ഇവര് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ഒരു പ്രബോധനമാണ്, അല്ലെങ്കിൽ വിഷമാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച കൊടുക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പുണ്യം പ്രതീക്ഷിച്ച് മൃഗങ്ങൾ അറക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക, അല്ലാഹു അല്ലാത്ത മറ്റു ഈ ദുനിയാവിലുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, അതുപോലെ സ്വാലിഹീങ്ങൾ കെട്ടിയുയർത്തപ്പെട്ട ഖബറുകൾ ഇതിൽ ബരമേൽപ്പിക്കുക, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, മന്ത്രിച്ചൂതിയ പൈശാചിക നൂല്, തകിട്, കുപ്പി തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ശിർക്കിന്റെ ചിഹ്നങ്ങളിൽ ജീവിതത്തെ കൊണ്ടുപോയി ഭരമേൽപ്പിക്കുക എന്ന ഏറ്റവും മാരകമായ, ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പടച്ചു തമ്പുരാൻ പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ, അമലുകൾ മുഴുവൻ ബാത്തിലാകുമെന്ന് പറഞ്ഞ ശിർക്ക് അത് പ്രചരിപ്പിക്കുവാനാണ് ഖുർആനും സുന്നത്തും നോക്കണ്ട, സ്വഹാബത്ത് ചെയ്തോന്ന് നോക്കണ്ട എന്ന് പറയുന്നത്. കാരണം എന്താ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ ആ ജീവിതചര്യയിലോ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന സ്വഹിയായ ഒറ്റ വചനങ്ങളിലോ തെളിവില്ല. അപ്പൊ ആ തെളിവില്ലാതെ വരുമ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യണം, ഹദീസുകൾ കോട്ടിമാറ്റി അവതരിപ്പിക്കണം, ദുർബല ഹദീസുകൾ തേടി യാത്ര പോകണം. അങ്ങനെയാണ് സത്യത്തിൽ സഹോദരങ്ങളെ ഇവര് മുന്നോട്ട് പോകുന്നത്. അതിനുള്ള ഒരു കവാടമാണ് ഇവർ ഈ രൂപത്തിൽ തുറന്നിട്ടുള്ളത്. അതിന്റെ അപകടം നമ്മൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറം മുതൽ ആയത്തോതിയപ്പോൾ നമ്മൾ കേട്ടുപോകുന്നതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഏറ്റവും പുതിയതായി നസ്രുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതനുമായി ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും മുൻഗാമികളുടെ തഫ്സീറുകളും ദുർവ്യാഖ്യാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന നൗഷാദ് ഹസനി എന്ന് പറയുന്ന ആ മുസ്ലിയാർ മസ്കറ്റിൽ വെച്ച് ഒരു സംവാദം നടത്തി. ആ സംവാദത്തിൽ കൃത്യമായി കൊണ്ട് നസ്രുദ്ദീൻ റഹ്മാനി ചോദിച്ച ഒരു ചോദ്യം, അതിന് പ്രാമാണികമായി മറുപടി പറയാൻ കഴിയാതെ പ്രമാണങ്ങളെ കോട്ടിമാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സമയദൈർഘ്യം കൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ ചോദ്യം നിങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് ഒന്നാമത്തെ മറുപടി കിട്ടിയാൽ അടുത്ത ചോദ്യം, അങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വീണ്ടും ഞാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വല്ല സഹീഹായ ഹദീസും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയം ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മളുടെ ചോദ്യം. അതുകൊണ്ട് കൃത്യമായ മറുപടി നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ എല്ലാവരെയും കാണുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കലുണ്ട്, വൈദേശികനെ വിളിക്കലുണ്ട്, റിഫായിശികളൊക്കെ കാണുന്നതല്ല, മരണപ്പെട്ടു മഹാന്മാരെല്ലാവരെയും ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന തരത്തിലെന്ന് മാത്രമല്ല അവർക്ക് അതിനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോ വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്. വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വല്ല ആവശ്യങ്ങളും വന്നു കഴിഞ്ഞാൽ
നമുക്ക് ഇസ്തിആസ ചെയ്യാൻ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം അഭ്യർത്ഥിക്കുവാൻ സ്വഹീഹായ വല്ല ഹദീസുമുണ്ടോ എന്നാ ചോദ്യം. അപ്പോൾ മുസ്ലിയാർ കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ കഷ്ണമാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ റെഡിയായി വെച്ചതുകൊണ്ട് സ്വഹീഹായ ഹദീസ് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? എന്തിനാണ് ഹദീസ് ആയത്ത് തന്നെ ഇല്ലേ എന്ന് ചോദിച്ച് ഖുർആൻ ഒരു ആയത്ത് ഓതി. അങ്ങനെ ഹദീസ് എവിടെയെന്ന് നസറുദ്ദീൻ റഹ്മാനി ആവർത്തിച്ച് ചോദിക്കുകയും, സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ ആശയം ഇയാൾ വളച്ചൊടിച്ചപ്പോൾ സ്വഹീഹായ ഇമാം ബുഖാരിയിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു വിവരണം നസറുദ്ദീൻ റഹ്മാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യപ്പോൾ താൻ കൊണ്ടുവന്ന ഈ ആയത്ത് ഈ ഖുർആൻ സ്വഹീഹായ ഹദീസിന്റെ മുമ്പിൽ തകർന്നു പോകുമോ എന്ന് കൃത്യമായി അയാൾ ഭയപ്പെട്ടു. കാരണം എന്താ? സ്വഹീഹായ ഒരു ഹദീസിന് മുമ്പിൽ അള്ളാഹിന്റെ ഖുർആനിന്റെ ആയത്ത് തകരുമോ? ഇല്ലല്ലോ. പക്ഷെ ഇയാൾ കൊണ്ടുവന്ന ആയത്ത് തകരുമെന്ന് ഇയാൾക്ക് തോന്നാൻ കാരണം എന്താ? അതിന്റെ ആശയം അങ്ങനെയല്ല, ഈ ഹദീസ് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ബോധ്യമാകും എന്ന് ബേജാറായിക്കൊണ്ട് മുസ്ലിയാർ എന്ത് ചെയ്തു? ഉടനെ തന്നെ നിർബന്ധിതമായ ഹദീസും ഉദ്ധരിച്ചു, ആയത്തും ഉദ്ധരിച്ചു, പച്ചയായ ദുർവ്യാഖ്യാനം നടത്തി. സഹോദരങ്ങളെ, ആ ഗൗരവമേറിയ സംഭവം നിങ്ങൾ ഒന്ന് കൃത്യമായി കേട്ടോളൂ. പിന്നെ അബൂബക്കർ തങ്ങൾ എടുത്തു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ചങ്ങാതിമാരെ, പഠിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണം നടത്തിയ ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പഠിച്ചോളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ആ പെണ്ണിന് എന്താണെന്നറിയോ? എന്റെ ശേഷം എന്റെ സ്ഥാനത്ത് ഭൂമിയിലുള്ളത് സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ ജീവിതകാലത്ത് തന്നെ ഒരാളെ കാണണമെന്നാണോ താല്പര്യം? പോയിക്കോ അബൂബക്കർ തങ്ങളുടെ അടുത്ത്. അതിനാർക്കും അവിടെ തർക്കം? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, വിഷയം വളരെ കൃത്യമാണ്. രണ്ടും ചെയ്യാം. അബൂബക്കർ നിങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം, റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം. രണ്ടും സംഭവിക്കാം. എന്താ തെളിവ്? പഠിച്ചോ? ഒട്ടന്മാരാകുന്നതിന് ഒരു മാനദണ്ഡമുണ്ടോ? പഠിച്ചോളൂ നിങ്ങൾ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ത്വാഹ റസൂലുള്ളാഹി. ഇനി അതിന്റെ താഴെയുള്ള ഹദീസ് കൂടി കേൾക്കണോ നിങ്ങൾക്ക്? പഠിച്ചോ, പറഞ്ഞു തരാ. പഠിച്ചോ? ഹദീസും ആയത്തും കൂടിയാ പറയാൻ പോകുന്നത്. അന ഔലന്ന സയ്യിദുനാ റസൂലുള്ളാഹി അന ഔലന്നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹ്. ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും ബന്ധപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഫഅയ്യുകും മാ തറക ദൈനൻ അവ വൈഹതൻ ഫദഉനി. നിങ്ങൾക്ക് കടം വന്നാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ. ഫദഉനി, എന്നെ വിളിച്ചോ. റസൂലുള്ളാഹി ഉദൂനി അസ്തജിബു ലക്കും. അതേ വാക്ക് നബിന്റെ കാലശേഷേ അതിന്റെ കേട്ടോ, ഹദീസ് കേട്ടോ, കേട്ടോ, ഹദീസ് പഠിച്ചു വെച്ചോളൂ. ഇൻ അലൽ അർദി മിൻ മുഅ്മിനിൻ. പഠിച്ചോ? ഈ ഭൂമിയിലുള്ള ഒരു മുഅ്മിനുമില്ല ഇല്ലാ ഉലന്നാസി ബി. ഞാൻ അയാളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോ. ഞങ്ങളൊക്കെ പെടും, നിങ്ങൾ പെടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പെടും. ഭൂമിയിലുള്ള സർവ്വ എല്ലാവരും. പിന്നെ അന്നബിയോ ഞങ്ങളെ റസൂൽ ഞങ്ങളോട് അവൽ തന്നെയാണ്. അപ്പൊ റസൂൽ തന്നെയാണ്, അത് മാറൂല. പഠിച്ചോളൂ നിങ്ങൾ, അറിഞ്ഞോ? അപ്പൊ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അതാ പഠിച്ചോ. ന്റെ ശേഷമുള്ള നെക്കറൊക്കെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കി വെച്ചോളൂ. അത് ഉമൂമിനെ ഫായിദ പഠിക്കും. അപ്പൊ ഒരു മുഅ്മിനുമില്ല, എല്ലാവർക്കും പോകാം. ജീവിതകാലത്ത് പോയിട്ടുണ്ട്, ജീവിതത്തിന് ശേഷവും പോയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ഓതി അതിന്റെ വിശദീകരണത്തിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ. അതെല്ലാ മുഅ്മിനും പെട്ടതാണ്. ഒരു നാട്ടിലുള്ള ഒരു മുഅ്മിനുമില്ല എന്നോട് ബന്ധപ്പെട്ടിട്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ? വമ്പിച്ച ദുർവ്യാഖ്യാനമാണ്. മുസ്ലിയാർ പറയുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത്. അത് വഫാത്തിന് ശേഷവും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് എന്ത് കടബാധ്യത വന്നാലും എൻ്റെ അടിയിലേക്ക് വരൂ, ഞാൻ ആ കടം തീർത്തു തരാമെന്ന. ശരിക്ക് ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ നമുക്ക് ഏതായാലും പേരിൽ കടം വാങ്ങാനും പറ്റൂല, കൊടുക്കാനും പറ്റൂല. ശരിക്ക് ചെയ്യേണ്ടത് നല്ലൊരു തീവ്രമായ കാന്തപുരം സുന്നി ഏതായാലും കുറേ സമുദായത്തെ വഞ്ചിച്ച് ശിർക്കിലേക്ക് കൊണ്ടുപോയി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവുമല്ലോ. ഓനൊരു 10 ലക്ഷം റുപ്യ വാങ്ങിയിട്ട് പറഞ്ഞ ഡേറ്റ് ആവുമെന്ത് ചെയ്യുക? കൊടുക്കാതെ നിൽക്കുക. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിക്കോ. കാരണം എല്ലാ മുഅ്മിനുകളുടെ കടവും റസൂലുള്ള തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
പൊയ്ക്കോ, ടിക്കറ്റ് കൊടുത്തിട്ട് ടിക്കറ്റിന്റെ പൈസ ഇവിടെ തന്നെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് വിടുക വേണ്ടേ? സഹോദരങ്ങളെ, ആ രൂപത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുമോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ മഞ്ഞക്കണ്ണട വെച്ച് ഖുർആൻ ഹദീസും തരിക, പല വാദത്തിന് വല്ല തെളിവുണ്ടോ? കിട്ടിപ്പോയി ഔലന്നാസ്. എന്നിട്ട് ഈ ഹദീസ് കൊടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യാം. എന്നിട്ട് അതിന്റെ അടിയിലൊരു ഡയലോഗ് എന്ത്? എല്ലാ മുഅ്മിനുകളും പെടുന്നാണ്, ഞങ്ങൾ മുഅ്മിനാണ്, നിങ്ങൾ മുഅ്മിനാണ്, ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ വെള്ളക്കുപ്പായും തലപ്പാവും ഇട്ടിട്ട് സുന്നത്യമായത്തിൽ 4 ഡയലോഗ് അടിച്ചാൽ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ മുഅ്മിൻ തന്നെയാണ്. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ സന്നിധിയിൽ നിങ്ങൾ വരുന്നൊരു ഘട്ടമുണ്ട്. പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ, ആ കോടതിയിൽ വരുമ്പോൾ സല്ലല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലയുരിദന്ന അലൈഹി അഖ്വാമുൻ അഅരിഫുഹും യഅരിഫൂനി. ഒരു വിഭാഗം ദൂരേതാ ഹൗദുൽ കൗസർ എന്ന പാനീയത്തിന്റെ അരികിലേക്ക് വരാൻ കഴിയാതെ മാറി നിൽക്കുന്നു. റസൂൽ പറയുന്നു, അവർക്ക് എന്നെ മനസ്സിലാകും, എനിക്ക് അവരെയും മനസ്സിലാകും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാടി വിളിക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കൗമാന്ന് വിചാരിച്ചിട്ടാ വിളിക്കണത്. നമ്മളെ കൗമാന്ന് വിചാരിച്ചിട്ടാ വിളിക്കണത്. ആ സമയത്താണ് അവർക്കും എനിക്കും ഇടയിൽ ഒരു മറ വീഴുകയാണ്. ആ സമയത്ത് ഞാൻ അല്ലാഹുവിനോട് പറയും, ഇന്നഹും മിന്നി, അവരെന്റെ ഉമ്മത്താണ് റബ്ബേ, ഇങ്ങോട്ട് വിടുവനാഥാ. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, മുഹമ്മദ് നബിയേ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെ പുത്തനാചാരമാണ് അവർ കൊണ്ടുവന്നത്, പുതിയതാണ് കൊണ്ടുവന്നത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല. കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹോദരങ്ങളെ വഫാത്തിന് ശേഷവും നമ്മളെ കാണാനും കേൾക്കാനും അറിയാനും കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മളെ കൗമ അങ്ങോട്ട് വരികയെന്ന് വിളിക്കുക, പിന്നെ വിളിക്കണി വരാൻ പോയടാ അവിടുന്ന് തലകെട്ടിയാല് സകല ഖുറാഫാത്തും കൊണ്ടുവന്നോലെ എന്നാണ് റസൂൽ നാട്ടിലല്ല വേണ്ടേ? ഒക്കെ നമ്മളുടെ വിചാരിച്ച് നബി വിളിക്കുക. റസൂലിനെ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഇതിന്റെ ഉമ്മത്ത് തന്നെയാണ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇന്നക ലാ തദ്രി മാ ഹദസു ബഅദക്, താങ്കൾക്ക് ശേഷം ദീനില് പുത്തൻ വാദങ്ങൾ കൊണ്ടുവന്നവരാണ്. ഉടനെ റസൂലുള്ളാഹി കോപാകുലനായി മറുപടി പറയുന്നു, സുഹക്കും വസുഹക്കൻ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ദീനിനെ മാറ്റിയവരെ വിദൂരം നിങ്ങൾക്ക്. അതുകൊണ്ട് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള പണവും പ്രശംസയും അതുപോലെ തന്നെ സ്വീകരണങ്ങളൊക്കെ കിട്ടും. പക്ഷെ സ്വീകരണം കിട്ടിയിട്ടില്ല. പുത്തനത്താണിൽ ഗംഭീരമായ സ്വീകരണമൊക്കെ നടത്താൻ വേണ്ടി ഇവർ മെനക്കെട്ടെങ്കിലും സുലൈമാൻ സഖാഫി എന്ന ഏറ്റവും വലിയ ദുർവ്യാഖ്യാന വീരന്റെ മഹല്ലാണ് അവിടെ അപ്പുറത്ത്. മൂപ്പര് പറഞ്ഞ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പച്ചക്ക് വ്യഭിചരിച്ചാൽ ഞാനാ, എന്നെക്കാളും വലിയ വ്യഭിചാരിയോ, അത് സമ്മതിക്കൂല. അതുകൊണ്ട് സ്വീകരണം ഇവിടെ വേണ്ട, ഒന്നാണ് വായിപ്പിച്ച്. നീ എവിടെ സ്വീകരണം കൊടുക്കണം അല്ലാഹു ആലം. ഏതായാലും നിങ്ങൾ കൊടുത്തോളി. പക്ഷെ ഈ ദുർവ്യാഖ്യാനത്തിന്റെ അകക്കാമ്പ്, അകരമന രഹസ്യം കൃത്യമായി സഹോദരങ്ങളെ നസറുദ്ദീൻ റഹ്മാൻ പൊളിച്ചെഴുതിയിട്ടുണ്ട്. ആ CD നിങ്ങൾ ഇവിടുന്ന് വാങ്ങണം, വിശദമായി കേൾക്കണം. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി മാത്രം കേൾപ്പിക്കുകയാണ്. കേട്ടോളൂ ആ ദുർവ്യാഖ്യാനത്തിന്റെ അപകടം എത്രത്തോളമാണെന്നും ആരുടെ പേരിലാണ് ഇവര് ഈ രൂപത്തിൽ കോട്ടിമാറ്റിയതെന്നും നസറുദ്ദീൻ റഹ്മാൻ വിശദീകരിക്കുന്ന അടുത്ത ഭാഗം നിങ്ങളത് കേൾക്കുക. അർത്ഥം നാലാമത്തതാണ് ചർച്ചയിൽ നൗഷാദ് ഹസനി വായിച്ച ഭാഗം. അന്നഹു ഔലാ ബിഹിം ഫീ ഖളാഇ ദുയൂനിഹിം വഇസ്ആഫിഹിം ഫീ നവാഇബിഹിം അലാ മാ റവാഹു അബ്ദുർറഹ്മാൻ ഇബ്നു അബി ഉംറത അൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവരാണ്. അവരുടെ കടം വീട്ടുന്ന വിഷയത്തിൽ, പ്രയാസങ്ങൾ അവരെ സഹായിക്കുന്ന വിഷയത്തിൽ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കൂടെ അദ്ദേഹം എടുത്തു കൊടുത്തു. മാമിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔലൽ നാസ് ബിഹി ഫി ദുനിയാ വൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ജനങ്ങൾക്ക് അവരെക്കാളെല്ലാം പ്രവാചകൻ എല്ലാ സത്യവിശ്വാസികളെക്കാളും പ്രിയപ്പെട്ടവനാണ് ദുനിയാവിലും ആഖിറത്തിലും. യഖറഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പാരായണം ചെയ്യുക. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ശേഷം കാണാം, ഫഅയ്യുമാ മുഅ്മിനിൻ തറക മാലൻ, ഏതെങ്കിലും ഒരു സത്യവിശ്വാസി സമ്പത്ത് ഉപേക്ഷിച്ച് അയാൾ മരണപ്പെട്ടു, അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ ഫൽതരിതുഹു ഉസ്ബതുഹു മൻ കാനു, ആ അനന്തരാവകാശികൾ ആരോ ഉള്ളത് അവരത് അനന്തരമെടുക്കട്ടെ. വൈൻ തറക ദൈനൻ, ഇനി ഒരാൾ കടം ശേഷിപ്പിച്ചുവെങ്കിൽ ഔ ദയാഅൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നിലക്ക് കുടുംബത്തെ ഉപേക്ഷിച്ചെങ്കിൽ ഫൽയഅ്തിനി, അവൻ എൻ്റെ അടുത്ത് വരട്ടെ. ഫഅന മൗലാഹു, ഞാൻ അവന്റെ രക്ഷാധികാരിയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ പറയപ്പെട്ട ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് നൗഷാദ് ഹസനി പറഞ്ഞത്,
ആർക്ക് എവിടെയപ്പ കടമുണ്ടെങ്കിലും അവരെല്ലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വരട്ടെ, റസൂലുള്ളാഹിനെ വിളിക്കട്ടെ. കടം വീട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതാ ഈ വാചകം വായിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോഴും ആയത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ നടത്തുമ്പോഴൊക്കെ അവിടുത്തെ ഈ ഹദീസിന്റെ ഉദ്ദേശ്യം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടതാണ്, വഫാത്തുമായി ബന്ധപ്പെട്ടതല്ല. വഫാത്തിന് ശേഷം അങ്ങനെ ഒരു കടബാധ്യതയുള്ളവർ റസൂലുള്ളാഹിന്റെ അടുത്ത് കടബാധ്യതയ്ക്ക് വേണ്ടി തേടണമെന്ന ഒരു ഹുക്മ് ഇസ്ലാമിക ശരീഅത്തിലില്ലേ? ഇല്ല. മാത്രമല്ല, ഈ സംഭവം ഉദ്ധരിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടാമത് വായിച്ചത് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഹദീസാണ്. ത്തിലേറെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഫൽയദ്ഉനി, എന്നെ വിളിക്കട്ടെ, ഫദ്ഉനി, എന്നെ വിളിക്കട്ടെ. അതെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആയത്തോതലില്ലേ? ഇവിടെ റസൂലുള്ള പറയുന്നത് എന്നെ വിളിക്കട്ടെ, അപ്പോൾ ഞാൻ അവർക്ക് എന്താ കടം വീട്ടി കൊടുക്കുമെന്ന് റസൂലുള്ള മുസ്ലിമിന്റെ റിപ്പോർട്ടിലുമുണ്ട് എന്ന നിലക്ക് അദ്ദേഹം ശുദ്ധമായ ചരിത്രപരമായൊരു നുണ, അതാണ് കേരളക്കരയിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു നോക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കാരന്തൂരികളോട് ചോദിക്കാണ്, നിങ്ങളെ കൂട്ടത്തിൽ മാന്യതയുള്ളൊരു മനുഷ്യനുണ്ടോ? നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ? നൗഷാദ് ഹസനിക്ക് എന്തായാലും അള്ളാഹിനെ പേടിയില്ല. കാരണം അയാൾ നരകത്തിനു വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി തെളിയിച്ചു കഴിഞ്ഞതാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ ഹദീസ് പോലും അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ഉപയോഗിച്ചുകൊണ്ട് സമ്പാദത്തിൽ ലഭിക്കുന്ന അല്പനേരത്തെ ആശ്വാസത്തിനും തങ്ങളുടെ കുഞ്ഞാടുകളുടെ ചാട്ടത്തിനും വേണ്ടി സ്വന്തം പരലോകം വരെ പണയപ്പെടുത്തുന്ന മനുഷ്യനാണ് അയാൾ. പക്ഷെ കാരന്തൂരികളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ഈ വാചകങ്ങൾ വായിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ കൂട്ടത്തിലുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഔദ്യോഗിക സമസ്തയിലും പണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദീസ് ദുർവ്യാഖ്യാനിക്കരുത്, ഇത് മൊത്തത്തിൽ സമസ്തക്ക് നാണക്കേടാണ്, എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിനെയും സ്വഹീഹായ ഹദീസുകളെ പോലും പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നെഞ്ചൂക്കോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇവർ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ അന്ധമായി തഖ്ലീദ് ചെയ്ത് ഇവർ തന്നെയാണ് സ്വർഗത്തിന്റെ അഹ്ലികാരെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമസ്തയിലെ വല്ല സഹോദരങ്ങളും സഹോദരിമാരും ഈ സീഡിയും അല്ലെങ്കിൽ ഈ സംസാരവും ഇനിയുള്ള കാലങ്ങളിലും കേൾക്കുന്നു എങ്കിൽ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ഒരായത്തിന്റെ അർത്ഥമാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിന്റെ 28-29 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ യഅല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖതു മഅർ റസൂലി സബീലാ. അക്രമികൾ, ആ അക്രമം ചെയ്ത ആളുകൾ നാളെ പരലോകത്ത് വന്നുകൊണ്ട് മഹ്ശറയില് രണ്ട് കൈയും മണ്ണാക്കിലേക്ക് ഇട്ടുകൊണ്ട് അമർത്തി തന്റെ പല്ലുകളാൽ വിരലുകൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വായിലേക്ക് ഇട്ടുകൊണ്ട് അക്രമികൾ കടിച്ച് ഈ രൂപത്തിൽ വിലപിക്കുകയാണ്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ കഷ്ടമേ, ഇന്നാലിന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചത് കൊണ്ടല്ലേ ഈ രൂപത്തിൽ എനിക്ക് നഷ്ടം സംഭവിച്ചത്. ഞാൻ അല്ലാഹുവിന്റെ ഏറ്റവും നല്ല റസൂലിന്റെ ഏറ്റവും നല്ല ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, അഥവാ ഖുർആനും സുന്നത്തും സലഫ് സ്വാലികൾ മനസ്സിലാക്കിയ രൂപത്തിലൂടെ ഞാൻ ഈ പാത സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അപകടം സംഭവിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്ത് വിലപിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ കൂടെ നരകത്തിലെത്താതിരിക്കാൻ അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്ന കാര്യം അത് കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഈ മഹത്തായ 1924 കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസ് സുന്ന വൽ ജമാഅ സംഘമെന്ന തറവാട്ടിൽ നിന്ന് ഇതിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിച്ച് ഈ ഉമ്മത്തിനെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ 1926 സമസ്ത എന്ന തലക്കെട്ട് ചേർത്തുകൊണ്ട് ഒരു പുതിയ സംവിധാനം രൂപീകരിച്ച് പുറത്തുപോയത്. ഈ കേരളത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാൽ
ഇന്ന് മതകമ്പോളങ്ങളിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടേതായ ചില യുക്തിയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളെ കോട്ടിമാറ്റി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സഹോദരങ്ങളെ സലഫിയത്ത് നെഞ്ചിലേറ്റിയ ആദർശ പ്രസ്ഥാനത്തിനപ്പുറത്തുള്ള സകല പ്രസ്ഥാനങ്ങളുടെയും അവസ്ഥ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. 1947 ശേഷം ഇന്ത്യയിൽ പുതിയൊരു വാദവുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവുണ്ടായി. കേരളത്തിൽ ഒരു പുതിയ സംവിധാനമുണ്ടായി. 2002 നമുക്കറിയാം, 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഊറ്റിക്കുടിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഇതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ പുറത്ത് സമാന്തര സംവിധാനമുണ്ടാക്കിയിട്ട് ഒരു പുതിയ ചിന്താഗതിയുമായിട്ട് ഈ പ്രസ്ഥാനത്തെ തുളച്ചു പോയവരാണ് ആര്? മടവൂരികൾ എന്ന് പറയുന്ന ഹുസൈൻ മടവൂരിന്റെ കൂടെ രംഗത്ത് വന്ന ആളുകൾ. അവർ സത്യത്തിൽ രംഗത്ത് വന്നപ്പോൾ അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി അവര് അനവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് സലഫിയത്തില്ല, അവര് പൂർണ്ണമായി സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിൽ പുറത്താണ് എന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ കേരളത്തിൽ നമ്മൾ തെളിയിച്ചു. അവസാനം അത് സ്വയം അവർ തന്നെ ഏറ്റെടുത്ത് ആ രൂപത്തിലാണ് ഞങ്ങൾ എന്ന് ഇവിടുത്തെ ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്ത് മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ ഏറ്റവും തീവ്ര വിഭാഗമായ സുന്നികൾ, AP സുന്നികളുടെ മുമ്പിൽ പോലും അവര് അടിയറ വെക്കേണ്ടി വന്നു. അറിയോ നിങ്ങൾക്ക്? ഈ സലഫിയത്തിൽ നിന്ന് തുളച്ചു പോയവർ, പ്രമാണങ്ങളെ ബുദ്ധിക്കനുസരിച്ച് കോട്ടിമാറ്റിയവർ, അല്ലാഹുവും റസൂലും പറയാത്തതിനെ സഹോദരങ്ങളെ സ്വന്തം ഇച്ഛപ്രകാരം വ്യാഖ്യാനിച്ചവർ, സമസ്തയിലെ പുരോഹിതന്മാരുടെ മുമ്പിൽ പോലും കൃത്യമായ തെളിവുകൾ പറയാൻ കഴിയാതെ വശലാകുന്ന രംഗം കൃത്യമായി നിങ്ങൾ കോടമ്പുഴ സംവാദത്തിലെ രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. പറയട്ടെ, ഇത് നിങ്ങളുടെ സുല്ലമിയുടെ ബുക്ക്, നിങ്ങൾ അതൊന്നും വിട്ടു പോകൂല, ഞങ്ങൾ ചോദ്യം ആവർത്തിക്കുക തന്നെ ചെയ്യും. ഈ ബുക്കിൽ പറയുന്നു കേട്ടോ, ഞാൻ വായിച്ചു തരാം. സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറയൽ, അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരും ഉപദ്രവിക്കുമെന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് പ്രഖ്യാപിക്കലായി തീരുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു. സിഹിർ ഫലിക്കുന്നു വിശ്വസിച്ചാൽ അത് ശിർക്കാണെന്ന് നിങ്ങളെ സുല്ലമി. എന്നാൽ ഇത് നിങ്ങളുടെ ഖുർആൻ പരിഭാഷ അമാനി മൗലവി എഴുതി, PK മൂസ മൗലവി നിങ്ങളെ ദീർഘകാലത്തെ പ്രസിഡന്റ് സെക്രട്ടറി അയാൾ എഴുതി. അതുപോലെ തന്നെ നിങ്ങളുടെ അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവില്ലേ അലവി മൗലവി, അയാൾ എഴുതിയ പുസ്തകം ഞാൻ വായിക്കുന്നു കേട്ടോ. സിഹറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായുള്ള എന്തെങ്കിലും ഫലമുണ്ടാകുന്ന തരത്തിൽ ഒരു സിഹറുമില്ല, കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചപ്പടി വിത്തുകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഈ അഭിപ്രായം ശരിയല്ല എന്ന് കൃത്യമായി നിങ്ങൾ അമാനി മൗലവി, ഞാൻ ചോദിക്കട്ടെ, സലാം സുല്ലമിന്റെ ബുക്ക് അനുസരിച്ച് അമാനി മൗലവി മുശ്രിക്കായോ? മുശ്രിക്കിന്റെ ലിസ്റ്റ് കൂടുതൽ വരിക. നിങ്ങളെ തൗഹീദ് കൊണ്ടുള്ള പ്രശ്നം അത്. ഈ ബുക്ക് അനുസരിച്ച് അമാനി മൗലവി കാഫിർ. മറുപടി പറയാളൂ, എങ്ങനെ ഇയാൾ രക്ഷപ്പെടാൻ കഴിയൂ? അമാനി മൗലവി കാഫിർ. മുശ്രിക്കിന്റെ ലിസ്റ്റ് മറക്കണ്ട കേട്ടോ. അമാനി മൗലവി, PK മൂസ മൗലവി, സലാം സുല്ലമിന്റെ വാപ്പാലവി മൗലവി, ഇത് പരിശോധിച്ച KM മൗലവി. മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സിഹർ കൊണ്ട് കഴിയുമെന്ന് എഴുതി വെച്ച KM മൗലവി മുശ്രിക്കാണോ? ഈ മൗലവിമാരൊക്കെ മുശ്രിക്കാണോ? പറയും നിങ്ങളെ ശിർക്ക് കൊണ്ട് വന്ന അപകടം. അത് ശിർക്ക് അലീമാറിന് പറഞ്ഞു കുത്തിർക്കാൻ മൊത്തം മുശ്രിക്കുവാണ്. എവിടേക്ക് ഞങ്ങൾ ഈ പോണേ കണ്ടോ സഹോദരങ്ങളെ? ഇവിടെ സമൂഹത്തില്, മുസ്ലിം സമൂഹത്തിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ശിർക്കും കുഫറും ആരോപിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ പ്രതിനിധിയാണ് ആര്? നൗഷാദ് ഹസനി. കാരണം മൂപ്പർക്ക് തന്നെ അത്ഭുതം, ഞങ്ങളാണല്ലോ ഇതിന്റെ അവകാശികൾ. കാരണം ഞങ്ങളെ നേതാക്കന്മാരെ കേവിനെ കുഫറിലേക്ക് പറഞ്ഞു, EK ഗാഫറാണെന്ന് പറഞ്ഞു, ശിഹാബ് തങ്ങൾ മുസൈലിത്തുൽ ഖദ്ദാബിനെക്കാളും പേച്ചോനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറയണ ഞങ്ങളെക്കാളും മോശ ഞങ്ങള്. ഓൻക്കന്നെ അത്ഭുതം. കാരണം ഇതിനൊക്കെ യഥാർത്ഥ അപ്പോസ്തലന്മാർ ഞങ്ങളാണ്. പണ്ടൊരുത്തന് ബാപ്പാനെ സ്ഥിരമായിട്ട് തല്ലുന്ന ആളാണ്, എന്നും അടിക്കും ബാപ്പാനെ. അപ്പൊ പള്ളിയിലെ മഹല്ല് പള്ളിയിലെ പിന്നെ ജനറൽ ബോഡിയിൽ ആരോ വാപ്പാനെ അടിച്ചു എന്ന് കേട്ട് ബലം കെട്ടി ചൂടായി. ആരാണ് എൻ്റെ വാപ്പാനെ തല്ലാൻ? ഞാൻ ഇവിടെ ഉണ്ടാവുമെന്നാ. ആരാണ് എൻ്റെ വാപ്പാനെ തല്ലാൻ? അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ ഞങ്ങളല്ലേ ഇവിടെ കാഫിർ മുശ്രിക്കൊക്കെ ഏറ്റവും വലിയ അർഹര്. പിന്നെ ഈ സലാഹുല്ലമി മറ്റോരൊക്കെ ആക്കിയപ്പോൾ മൂപ്പർക്ക് അത്ഭുതം. സഹോദരങ്ങളെ, ഈ ഒരു അബദ്ധം യഥാർത്ഥത്തിൽ ഈ ആധുനിക ചേകന്നൂരിയായ സലാം സുല്ലമിക്ക് വന്നത്. നമ്മൾ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ഈ ഒറ്റപ്പെട്ട വ്യതിയാനങ്ങൾ മടവൂരിസ് ഒരിക്കലും തലയിലേറ്റൂല. സത്യത്തിൽ ഈ ഹദീസ് നിഷേധ ചന്ത, അല്ലെങ്കിൽ ഈ ഹദീസ് നിഷേധത്തിന്റെ ഭണ്ഡാരം, ഇത് എങ്ങനെയെങ്കിലും ഒന്ന്
സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കാത്തിരിക്കുകയായിരുന്നു ഈ സാധു. കാരണം ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ എഴുതി കൂട്ടിയ ആളാ. പക്ഷെ പുറത്തേക്കാണ്ട് വിടൂല, പുറത്തേക്ക് വിടൂല. അകത്തളത്തിൽ കൃത്യമായി വിമർശിച്ച് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഔദ്യോഗികമായി സഹോദരങ്ങളെ മടവൂരിസം രംഗത്ത് വന്നപ്പോ യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരിച്ചാലും വേണ്ടിയില്ല, മരുമകളെ കണ്ണീര് കാണണം എന്ന ദുഷ്ടയായ അമ്മായിമ്മയുടെ ചിന്ത ഇവർക്ക് കടന്നു വന്നതോടുകൂടി ഇവരെന്ത് ചെയ്തു? കിട്ടിയ അണ്ടനെ അടകോടനെ ഒക്കെ കയറ്റി. ആ കയറ്റിയപ്പോൾ എന്ത് ചെയ്തു? സലാസുല്ലമിക്ക് നല്ല ആവേശമായി. മൂപ്പര് ഹദീസ് പിന്നെ നിഷേധത്തിന്റെ ദുർഗന്ധമുള്ള ഭണ്ഡാരം മാറാപ്പ് അത് മടവൂരി പുസ്തമാകുന്ന പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് വിതറി. അപ്പോഴും വിചാരിച്ചു നമ്മൾ CPI പോലെയുള്ള സലഫിയത്ത് അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലോ. അനവധി പണ്ഡിതന്മാരായിട്ടുണ്ടല്ലോ, ഓലെന്തായാലും അംഗീകരിക്കൂല. നോക്കുമ്പോൾ CPI മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി സലാം സുല്ലമി ഹദീസ് നിഷേധിയല്ല, മൂപ്പർ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അയക്കൂല, മൂപ്പർ അഭിപ്രായം ഔദ്യോഗിക അഭിപ്രായമാണ്. അതോടുകൂടി മടവൂരിസത്തിന്റെ കാറ്റ് പോയി. ഖുറാഫികളുടെ മുമ്പിൽ പോലും നിലനിൽക്കാൻ പറ്റാതെ തലതാഴ്ത്തുന്ന അവസ്ഥ വന്നു. എന്താ കാരണം? ഇയാൾ തൗഹീദ് നവയാഥാസ്ഥികളുടെ വ്യതിയാനവും എന്ന പുസ്തകത്തിന്റെ 11-ാമത്തെ പേജിൽ സലാം സുല്ലം എഴുതുന്നത് മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫറും സംഭവിക്കുന്നു. കണ്ടോ? കാരണം എന്താ? മലക്കും ജിന്നും അഭൗതികമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയൂല എന്ന് ഇയാൾ പിഴച്ച വിശ്വാസം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഭൗതികം അഭൗതികം, തെളിഞ്ഞ വഴി മറഞ്ഞ വഴി, കാര്യകാരണ ബന്ധത്തിന് അതീതം അധീനം തുടങ്ങിയിട്ടുള്ള ഈ സാങ്കേതിക ശബ്ദങ്ങളിൽ ഈ വ്യക്തിക്ക് ഈ മടവൂരിസത്തിന് ശക്തമായ അബദ്ധങ്ങൾ, സഹോദരങ്ങള്, വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇയാൾ ഖുർആനിൽ ആയത്തോതിയിട്ട് ഞാൻ ഒരൊറ്റ ചോദ്യമാണ്, എല്ലാം വാദം വലുത് പൊളിച്ച, എല്ലാം പൊളിച്ച. നിങ്ങൾ കേട്ടോളി, ഞാനൊരു ഖുർആൻ മുമ്പ് ആയത്തോതാണ്, ഓതൻ ആയത്തിന്റെ കോലം കണ്ടോളി. ഒന്നാമത്തത് ഖുർആൻ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, മറഞ്ഞ നിലക്ക് അള്ളാനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ, മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനെ മാത്രമേ മറഞ്ഞ നിലക്ക് ഭയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. സൂറത്ത് മാഇദയിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ചില അവസരങ്ങൾ ഉണ്ടാക്കും. ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൻ പാടുള്ളൂ. അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാഹിനെ പേടിച്ചാൻ പാടുള്ളൂ. തൗഹീദിന്റെ ഏറ്റവും വലിയ മർമ്മാണ് അദൃശ്യമായ നിലക്ക് അള്ളാഹിനെ മാത്രമേ പേടിച്ചാൻ പാടുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സത്യത്തില് ജിന്ന് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്നു, മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മനുഷ്യരെ സഹായിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരൊക്കെ ഈ ദുനിയാവിലുള്ള പിന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളാണ്. ജിന്ന് മനുഷ്യരെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ എന്താണ്? അഭൗതികമായ രൂപത്തിലുള്ള വിശ്വാസമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എന്താ? മുശ്രിക്കുകളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇയാൾ വലിയ തഫ്സീറൊന്നും വായിക്കണ്ട. കേരളത്തിലെ അമാനി മോനയുടെ ഇസ്ലാമിക ജീവിതം എന്ന ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ ഈ വിടുവായത്തെ ഇയാൾ പറയോ? ആ പുസ്തകത്തിൽ പോലും പറയുന്നത് എന്താ? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയും ഉള്ളവരാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു, അഥവാ ജിന്നിന് കഴിയുന്നു. എന്നിട്ട് അമാനിമോനി പറയാണ്, സൂറത്ത് അറാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അവരിങ്ങോട്ട് കാണും, നമുക്ക് അവർക്ക് കാണാൻ കഴിയില്ല. എന്നിട്ട് രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാൻ, മനുഷ്യനെ വഴിപേൽപ്പിക്കുവാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ